ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഗോതമ്പ് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഗോതമ്പ് പുട്ടായിരിക്കുമേ. അങ്ങനെ ഗോതമ്പ് പുട്ടും ഉണ്ടാക്കി. അപ്പോൾ പഴം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയതാണ്. അമ്പലം എന്ന് വെച്ചാൽ ഇത് കളവങ്കോട് അമ്പലമാണ്. എല്ലാ കൊല്ലവും നമ്മളിതുപോലെ ഉത്സവത്തിന് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ശീവേലി നടക്കുന്ന ഒരു സമയമായിരുന്നേ. ആനയൂട്ട് അങ്ങനെയുള്ള വിശേഷ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അമ്പലത്തിലേക്ക് വന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു കേട്ടോ. മണ്ണെല്ലാം നന്നായിട്ട് പഴുത്ത് കിടക്കുകയായിരുന്നേ. അതും ഈ അമ്പലത്തിന് നല്ല ഗ്രൗണ്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് പോയത്. കളംകുടത്താണ് അനിയത്തിയുടെ വീട്. അവിടെ ചെന്നിട്ട് ഞാനും അനിയത്തിയും കൂടെയാണ് പിന്നെ കറികളൊക്കെ റെഡിയാക്കിയത് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് ഉലർത്തി എടുത്തിട്ടുണ്ടായിരുന്നു, കേര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കേരക്കറി, പിന്നെ അവിയൽ വെച്ചു, പിന്നെ മോര് കാച്ചിയതുണ്ടായിരുന്നു, പാവയ്ക്ക തീയലുണ്ടായിരുന്നു, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ മാത്രം ഇല്ല കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോയാണേ. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടില്ലേ താലപ്പൊലി വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് മോളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്ന്. അന്ന് ചെറിയൊരു വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. മോള് ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടാക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ മോള് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ആക്കി. പിന്നെ വേണ്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വാങ്ങിച്ച് മോളെ ഹോസ്റ്റലിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെട്രോ യാത്രയാണ് കേട്ടോ, വാട്ടർ മെട്രോ യാത്ര. അതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. വളരെ മനോഹരമായ സ്ഥലവും എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല വൈബുമാണല്ലേ. അപ്പോൾ കൊച്ചിയിലുള്ളവരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, മെട്രോ യാത്ര ചെയ്യാത്തവരുണ്ടാവില്ല അല്ലേ.